സോ ഹലോ ഗൈസ് ആവാറ് വെൽക്കം ബാക്ക്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഗോൾഡൻ വിസ. ഓക്കെ, ഇത് ചർച്ച ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഡോക്ടർ റോബിൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഗോൾഡൻ വിസ ഓൺ ദ വേ എന്ന് പറഞ്ഞു കാണുക. കാരണം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഗോൾഡൻ വിസ കിട്ടാൻ പോവുകയാണ്. ഓക്കെ, ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകും എങ്ങനെയാണ് ഈ ഗോൾഡൻ വിസ കിട്ടുക, ഗോൾഡൻ വിസ കിട്ടാൻ ഉപകാരങ്ങൾ എന്തായാലും ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് നടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട്. ഗോൾഡൻ വിസ ഈ അടുത്ത കാലത്തെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ സീനിയർ നടന്മാർക്ക് പുറമെ പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, ടോവിനോ തോമസ് തുടങ്ങിയ മറ്റ് ചില യുവ നടന്മാർക്ക് കൂടി UAE ഗവൺമെന്റ് ഗോൾഡൻ വിസ നൽകി ആദരിച്ചിരുന്നു. എന്താണ് ഈ ഗോൾഡൻ വിസ? സിനി ഫീൽഡിലുള്ളവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ? നമ്മളിപ്പോഴുള്ള സ്റ്റുഡൻസിന് കിട്ടില്ലേ? അങ്ങനെ കിട്ടിയാൽ തന്നെ എന്താണ് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ്? നമുക്ക് നോക്കാം. പൊതുവെ ഗോൾഡൻ വിസ എന്ന് കേട്ട് കഴിഞ്ഞാൽ മിക്കവരും കരുതുക UAE ഗവൺമെന്റ് മാത്രം കൊടുക്കുന്ന ഒരു പ്രസ്റ്റീജിയസ് അവാർഡ് എന്നാണ്. ശരിക്കും ഗോൾഡൻ വിസ പ്രോഗ്രാം ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2013 നെതർലാൻഡ് ആയിരുന്നു. അതിനുശേഷം കാനഡ, ജർമ്മനി, ന്യൂസിലാൻഡ്, USA തുടങ്ങിയ നിരവധി രാജ്യങ്ങളാണ് ഗോൾഡൻ വിസ പ്രൊവൈഡ് ചെയ്തത്. പക്ഷേ ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായ ക്രൈറ്റീരിയ എന്ന് മാത്രം. ശരിക്കും ഒരു രാജ്യം ഗോൾഡൻ വിസ പ്രൊവൈഡ് ചെയ്യുന്നത് ആ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി, മറ്റ് രാജ്യത്തെ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ UAE എടുത്തു കഴിഞ്ഞാൽ ആ രാജ്യത്തെ വരുമാനം കൂടുതലും ക്രൂഡ് ഓയിലിനെ ആശ്രയിച്ചാണ് എന്ന് പറയാം. പക്ഷേ ഒരു 40 വർഷത്തിന് ശേഷം ക്രൂഡ് ഓയിലിൽ നിന്ന് കാര്യമായ വരുമാനം ഒന്നും കിട്ടില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് കൂടുതൽ വരുമാന മാർഗത്തിന് വേണ്ടി UAE ഗവൺമെന്റ് ഇൻവെസ്റ്റേഴ്സ്, എന്റർപ്രന്യൂവേഴ്സ്, സയൻസ്, ടെക്നോളജി തുടങ്ങിയ ഫീൽഡിലെ പ്രൊഫഷണലുകളെയും സിനിമ ഫീൽഡിലെ ടാലന്റഡ് ആയ വ്യക്തികളെയും ഫോക്കസ് ചെയ്ത് അവർക്ക് 5 മുതൽ 10 വർഷത്തേക്ക് ഗോൾഡൻ വിസ പ്രൊവൈഡ് ചെയ്യും. കാരണം ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് തങ്ങളുടെ രാജ്യത്തെ ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് അവർക്കറിയാം. UAE ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്റ്റുഡൻസിനും ഗോൾഡൻ വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാധാരണ ഒരാൾക്ക് ഒരു കൺട്രി വിസിറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് വിസ ആവശ്യമേ വരും. മിക്ക രാജ്യങ്ങളിലും അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഗോൾഡൻ വിസ ഉണ്ടെങ്കിൽ ആ 10 വർഷക്കാലം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ കൺട്രി സന്ദർശിക്കാം വിത്തൗട്ട് എ വിസ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടാമത്തെ വീടായിരിക്കും ആ കൺട്രി എന്ന്. UAEയിൽ നിങ്ങൾക്ക് 100% ഓണർഷിപ്പിൽ ഒരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല. ബട്ട് നിങ്ങൾ ഒരു ഗോൾഡൻ വിസ ഹോൾഡർ ആണെങ്കിൽ ആ 100% ഓണർഷിപ്പിലും നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഈ ഒരു ഗോൾഡൻ വിസയെ പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മറക്കാതെ താഴെ കമന്റ് ചെയ്യുക. സോ ഒക്കെ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നേരെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.